നമസ്കാരം. നമ്മൾ റാങ്ക് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് എന്തായിരുന്നായിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നത്. റാങ്ക് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യണത് എന്ന് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു. ആ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് കുറച്ചും കൂടി എളുപ്പ വഴി സോൾവ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യല്ല, പക്ഷേ കുറച്ചും കൂടി എളുപ്പ വഴിയിൽ സോൾവ് ചെയ്യാനായിട്ട് അതിനെ സഹായിക്കുന്നു എന്നുള്ളതാണ് റാങ്ക് വെച്ചിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടിരുന്നതാണ്. അതായത് ഈ ഒരു തിയറം, എ ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് ഈസ് കൺസിസ്റ്റൻറ്റ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയും ഈക്വൽ ആയാൽ മാത്രമേ അതിനൊരു സൊല്യൂഷൻ ഉണ്ടാകുകയുള്ളൂ എന്നുള്ളതാണ് ഈ തിയറം ഉദ്ദേശിക്കുന്നത്. ദാറ്റ് മീൻസ് ഇത് ഈക്വൽ അല്ലെങ്കിൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ആണെങ്കിൽ ദെൻ സൊല്യൂഷൻ എക്സിസ്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് നമുക്ക് റാങ്ക് വെച്ചിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കുന്നത്. അപ്പോൾ ഒറ്റയടിക്ക് നമുക്ക് ഇതിന് സൊല്യൂഷൻ ഉണ്ടോ എന്നുള്ളത് റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി കണ്ടുപിടിക്കുക. അതിൽ റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബിയും ഈക്വൽ ആണോ നോക്കുക. അങ്ങനെയെങ്കിൽ അത് കൺസിസ്റ്റൻ്റ് ആയിരിക്കും, ഇല്ലെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും എന്നാണ് പറയുന്നത്. ഇനി മാത്രമല്ല, ചില കേസുകളിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാകും. ആ സൊല്യൂഷൻസ് ഉണ്ടാവുന്ന കേസിൽ നമുക്ക് n-r പാരാമീറ്റേഴ്സ് കൊടുക്കണം എന്നുള്ളതാണ് ഈ തിയറം പറയുന്നത്. അതും ഒരു എക്സാമ്പിൾ കണ്ടതിന് ശേഷം മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പ്രൊസീജിയർ. നമുക്കെപ്പോഴും എല്ലായ്പ്പോഴും AX=0 എന്ന് പറയുന്ന സിസ്റ്റം, ദാറ്റ് മീൻസ് ഹോമോജീനിയസ് സിസ്റ്റം എല്ലായ്പ്പോഴും കൺസിസ്റ്റൻ്റ് ആണ്. കാരണം റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആയിരിക്കും. അപ്പോൾ കാരണം ഓഗ്മെൻറ്റഡ് മെട്രിക്സ് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമേ ഇല്ല നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എടുത്താലും എടുത്തില്ലേലും നമുക്ക് സെയിം തന്നെയായിരിക്കും, അല്ലെങ്കിൽ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആയിരിക്കും. ആൻഡ് ഇൻ ദാറ്റ് കേസ് ഒരു യുണീക്ക് സൊല്യൂഷൻ ഉണ്ടാവുന്നത് വെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു n ആവുമ്പോൾ ആൻഡ് റാങ്ക് ഓഫ് എ ലെസ് ദാൻ n ആവുമ്പോൾ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഉണ്ടാകും. അതിന് പാരാമീറ്റേഴ്സ് n-r ആണ് എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. നമുക്ക് പ്രോബ്ലം ചെയ്യുമ്പോഴേ ഇത് കിട്ടുകയുള്ളൂ. അതേസമയം ഇതാണ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. AX=b വേർ b നോട്ട് ഈക്വൽ ടു 0, അതായത് നോൺ ഹോമോജീനിയസ് സിസ്റ്റം ഓഫ് ഇക്വേഷൻ ആണെന്ന് വിചാരിക്കാം. അത് കൺസിസ്റ്റൻ്റ് ആവാം, ഇൻകൺസിസ്റ്റൻ്റ് ആവാം. കൺസിസ്റ്റൻ്റ് ആവുന്ന എപ്പോഴാണ്? വെൻ റാങ്ക് ഓഫ് എ ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. അത് നമ്മളിവിടെ പറഞ്ഞിരുന്നു. റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ആവുമ്പോഴാണ് നമുക്ക് കൺസിസ്റ്റൻ്റ് ആവുക എന്നുള്ളത് പറഞ്ഞിരുന്നു. ഇൻകൺസിസ്റ്റൻ്റ് ആവുന്ന എപ്പോഴാണ്? ലെസ് ദാൻ ആവുമ്പോൾ. റാങ്ക് ഓഫ് എ ഈസ് ലെസ് ദാൻ റാങ്ക് ഓഫ് എ ബി. ഇനി റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു റാങ്ക് ഓഫ് എ ബി ആവുമ്പോൾ ആ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ n ആവാം, അല്ലെങ്കിൽ റാങ്ക് ഓഫ് എ ലെസ് ദാൻ n ആവാം. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് കോളംസ്. ഈക്വൽ ടു n ആയാൽ നമുക്ക് യുണീക്ക് സൊല്യൂഷനാണ്, ലെസ് ദാൻ n ആയാൽ നമുക്ക് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാണ് നമുക്ക് കൺസിഡർ ചെയ്യാനുള്ള ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ഹോമോജീനിയസ് സിസ്റ്റത്തിൽ ആണെങ്കിലും നോൺ ഹോമോജീനിയസ് സിസ്റ്റത്തിലായിരുന്നെങ്കിലും ഈ ഒരു വ്യത്യാസം മാത്രം ഇതാണ് നമുക്ക് ഉണ്ടാവുക. കാരണം ഹോമോജീനിയസ് ആണെങ്കിൽ അത് എന്തായാലും കൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതിലൊന്നെങ്കിൽ യുണീക്ക് സൊല്യൂഷൻ അല്ലെങ്കിൽ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻ. ഇൻകൺസിസ്റ്റൻ്റ് ആവുന്നത് നോട്ട് സൊല്യൂഷൻസ് ഉണ്ടാവുന്ന കേസിൽ, അതായത് നമുക്കവിടെ എന്താണ് റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി ഗ്രേറ്റർ ദാൻ റാങ്ക് ഓഫ് എ കിട്ടുമ്പോഴാണ്. ഓക്കെ, പ്രോബ്ലം ചെയ്യുമ്പോഴാണ് നമുക്കത് കൂടുതലായിട്ട് മനസ്സിലാക്കാം. ഫസ്റ്റ് ക്വസ്റ്റൻ ഇത് നോക്കാം. Solve this system of equation, that is x plus 3y minus 2z equal to minus 7, 4x plus y plus 3z equal to 5 and 2x minus 5 plus 7z is equal to 19 എന്നാണ് നമുക്കിവിടെ ക്വസ്റ്റ്യൻ. ഓക്കെ, സോ നമുക്കിവിടെ ക്വസ്റ്റ്യൻ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എ എന്ന് പറയുന്ന മെട്രിക്സ്, അതായത് നമ്മുടെ കോഎഫിഷ്യൻ മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും എക്സ് എന്ന് പറയുന്ന മെട്രിക്സും ആദ്യം തന്നെ എഴുതുക. എ എന്ന് പറയുന്ന മെട്രിക്സ് എന്താണ്? ഇവിടുത്തെ കോഎഫിഷ്യൻസ് പെറുക്കി എഴുതുന്ന മെട്രിക്സ് ആണ് അല്ലേ. സോ 1 3 -2, ഇനി 4 1 3 ആൻഡ് ലാസ്റ്റ് 2 - 5 7, 2 - 5 7. ദിസ് ഈസ് ദ ഇക്വേഷൻ, ദിസ് ഈസ് ദ മെട്രിക്സ് എ, ദാറ്റ് ഈസ് ദ കോഎഫിഷ്യൻ മെട്രിക്സ്. ആൻഡ് എക്സ് ദ വേരിയബിൾ മെട്രിക്സ് ഓഫ് വേരിയബിൾസ്, അതേതാണ്? എക്സ് വൈ ആൻഡ് ഇസഡ് അല്ലേ. സോ എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നതാണ് അവിടുത്തെ വേരിയബിൾ മെട്രിക്സ് എക്സ് എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് ബി കോൺസ്റ്റൻറ്റ് മെട്രിക്സ് -7 5 19. സോ -7 5 19 എന്ന് പറയുന്നതാണ് ഇവിടുത്തെ കോൺസ്റ്റൻറ്റ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നമ്മളപ്പോൾ ആദ്യം തന്നെ ചെയ്യുന്നത് എന്താണ്? ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. നമ്മൾ ആദ്യത്തെ സ്റ്റെപ്പ് ഇതാണ്, മെട്രിക്സുകൾ എഴുതുക എന്ന് പറയുന്നത്. എന്നിട്ട് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി കൺസിഡർ ചെയ്യും. വാട്ട് ഈസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി? 1 3 -2, 4 1 3,
2 മൈനസ് 5 7 എന്ന് പറയുന്ന മെട്രിക്സ് എയുടെ സ്ഥലത്ത് കൂടെ തന്നെ റൈറ്റ് സൈഡിൽ നമ്മൾ എന്ത് കൊടുക്കും, ബി എന്ന് പറയുന്ന മെട്രിക്സ് കൂട്ടിച്ചേർക്കാണ് ചെയ്യുന്നത്. സോ -7 5 19. സോ ദിസ് ഈസ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എ ബി. ഇനി നമ്മൾ എന്ത് ചെയ്യും, ഇതിൻ്റെ റാങ്ക് കണ്ടുപിടിക്കും അല്ലേ. റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നതും റാങ്ക് ഓഫ് എ എന്ന് പറയുന്നതും ഈക്വൽ ആണോ ലെസ് ആണോ എന്ന് നോക്കും. സോ റാങ്ക് ഓഫ് എ ബി എന്ന് പറയുന്നത് ഇത് മാത്രം നമ്മൾ കണ്ടുപിടിച്ചാൽ മതി. റാങ്ക് ഓഫ് എ പ്രത്യേകം കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഇതിനെ റെഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ഒരു കോളം ഇല്ലാതിരുന്നു കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്നത് എ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ റാങ്ക് ഓഫ് എ കിട്ടാനായിട്ട് ഈ ഒരു കോളം അങ്ങോട്ട് കളഞ്ഞാൽ മതി. ഓക്കെ, സോ ഈ കോളം അങ്ങോട്ട് ഇല്ലാണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ദാറ്റ് മീൻസ് ഈ ഒരു കോളം ഇല്ലാതെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് റാങ്ക് ഓഫ് എ കിട്ടും. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ റാങ്ക് ഓഫ് എ കണ്ടുപിടിക്കുന്നത്. നമ്മൾ ഈ ഒരു ഒറ്റ മെട്രിക്സ് മാത്രമേ നമ്മൾ റെഡ്യൂസ് ചെയ്യുന്നുള്ളൂ. എന്നിട്ട് അവസാനം ഈ ഒരു കോളം മാറ്റി കഴിയുമ്പോൾ റാങ്ക് ഓഫ് എ കിട്ടും. അപ്പോൾ ഈ കോളം മാറ്റിയാലും നമ്മളുടെ ഈ പറഞ്ഞ സിസ്റ്റത്തിൻ്റെ റാങ്ക് മാറുന്നില്ല എന്നുള്ളതാണെങ്കിലാണ് നമുക്ക് എന്ത് കിട്ടുന്നത്, നമ്മളുടെ റാങ്ക് ഓഫ് എ കൺസിസ്റ്റൻസി മനസ്സിലാക്കുന്നത്. ഓക്കെ, സോ നമ്മളിതിനെ റെഡ്യൂസ് ചെയ്യാൻ പോവാണ്. സോ റെഡ്യൂസ് ചെയ്യുമ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഏതാണ്, ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എൻട്രി 1 ആക്കണം, താഴേക്കെല്ലാം 0 ആക്കണം. ഇവിടെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എൻട്രി 1 ആണ്. സോ താഴേക്കെല്ലാം 0 ആക്കിയാൽ മതി. സോ 4 എന്ന് പറയുന്നത് 0 ആക്കാനാണ് ഞാൻ പോകുന്നത്. അവിടുത്തെ റോ ട്രാൻസ്ഫോർമേഷൻ എന്താണ്, റോ ട്രാൻസ്ഫോർമേഷൻ എന്തായിരിക്കും എപ്പോഴും, 4 ഇരിക്കുന്നത് R2ലാണ്. സോ R2 വിൽ ബിക്കം R2 പ്ലസ് പിന്നെ എന്ത് കൊടുക്കും, ഇവിടെയുള്ള വാല്യൂ അതായത് 4ൻ്റെ നെഗറ്റീവായിട്ടുള്ള -4 പിന്നെ 1 ഇരിക്കുന്നത് നമ്മൾ 1 ആക്കിയത് അതായത് R1. ഇതാണ് നമ്മൾ കൊടുക്കുന്ന റോ ട്രാൻസ്ഫോർമേഷൻ. R2 ബിക്കംസ് R2 മൈനസ് 4R1 എന്ന് പറയുന്നതാണ്. അപ്പോൾ അവിടെ കിട്ടുന്ന മെട്രിക്സ് എന്താണെന്ന് നോക്കാം. നമ്മൾ R2ലാണ് ചേഞ്ച് ഉണ്ടാക്കുന്നത്. സോ ഫസ്റ്റ് റോയും അതേപോലെ തന്നെ തേർഡ് റോയും അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്, വ്യത്യാസമൊന്നും വരുന്നില്ല. ബാക്കി സെക്കൻഡ് റോയ്ക്ക് മാത്രമാണ് വ്യത്യാസം. ആ വ്യത്യാസം എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. സോ R2 4 ആണ് ആദ്യം. 4 വിൽ ബിക്കം 4 പ്ലസ് -4 ഇൻറ്റു 1 ദാറ്റ് വിൽ ബിക്കം 0. സോ ഇവിടെ 0 വരും. ഇനി അടുത്ത് എന്താണ് വരിക, അടുത്ത് എന്ത് വരും, നെക്സ്റ്റ് R2 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 വിൽ ബിക്കം 1 പ്ലസ് -4 ഇൻറ്റു R1. വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് R1 ഓഫ് 1? ഇറ്റ് ഈസ് 3. സോ -4 ഇൻറ്റു 3 ഈസ് -12 അല്ലേ. സോ -12 plus 1 will become -11. Okay, now what about next value, next R2 ഏതാണ്, 3 ആണ് അല്ലേ. സോ 3 will become 3 plus -4 into -2 അല്ലേ. R1 കറസ്പോണ്ടിങ് 3യുടെ R1 എന്ന് പറയുന്നത് -2 ആണ്. സോ 4 into 2 is 8, 8 plus 3 is 11 itself. So 11. Now what about next R2 value? Next R2 value നമ്മുടെ augmented matrixൻ്റെ വാല്യൂ ആണ്, that is 5. 5 will become 5 plus -4 into R1. What is the corresponding R1? -7. So 4 into 7 is 28. So 28 plus 5. 28 plus 5 will become 33. So this is 33. So this is the value. Okay. Next. അടുത്തത് എന്ത് ചെയ്യാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ R1ൻ്റെ ഫസ്റ്റ് റോയിൽ ഫസ്റ്റ് എൻട്രി 1 ആക്കി, താഴേക്ക് ഒരെണ്ണം 0 ആക്കി, ഒരെണ്ണം കൂടെ 0 ആവാനുണ്ട് അല്ലേ. സോ ആ 0 ആവാനുള്ള റോ ട്രാൻസ്ഫോർമേഷൻ നമ്മൾ എന്താണ് കൊടുക്കുന്നത്, അവിടെ നമ്മൾ കൊടുക്കാൻ പോകുന്ന റോ ട്രാൻസ്ഫോർമേഷൻ എന്താണ് നമ്മൾ കൊടുക്കുന്ന റോ ട്രാൻസ്ഫോർമേഷൻ R3യിലാണ് ചേഞ്ച് വരുന്നത് അല്ലേ. സോ R3യിലേക്ക് എന്ത് ചേഞ്ചാണ് നമ്മൾ കൊടുക്കാൻ പോണേ, R3 പ്ലസ് എന്താണ് ഇവിടെ ഇരിക്കുന്ന വാല്യൂ ദാറ്റ് ഈസ് 2ൻ്റെ മൈനസ് ദാറ്റ് ഈസ് -2 ഇൻറ്റു പിന്നെ 1 ആക്കിയ വാല്യൂ ദാറ്റ് ഈസ് R1. R3 പ്ലസ് 2 പ്ലസ് -2 R1. ആ റോ ട്രാൻസ്ഫോർമേഷനാണ് കൊടുക്കുന്നത്. R3 പ്ലസ് -2 R1 ദാറ്റ് ഈസ് ദ റോ ട്രാൻസ്ഫോർമേഷൻ ഗിവൺ ടു R3 അല്ലേ. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമ്മുടെ മെട്രിക്സ് എങ്ങനെ വരുന്നു, മെട്രിക്സ് R3യിലാണ് ചേഞ്ച് വരുന്നത്. സോ R1 R2 അങ്ങനെ തന്നെ എഴുതണം. R1 വിൽ ബിക്കം 1 3 -2 1 3 -2 ആൻഡ് -7. നെക്സ്റ്റ് R2 വിൽ ബിക്കം 0 -11 11 33 0 -11 11 33 ആൻഡ് ലാസ്റ്റ് വാല്യൂ വിൽ ബിക്കം എന്താണ് വരുന്നത്, R3 ഏതാണ്, ഫസ്റ്റ് R3 2 ആണ് അല്ലേ. സോ 2 ആണ് വരുന്നത്. R3 becomes എന്താണ് നമ്മളുടെ ഇവിടുത്തെ ചേഞ്ച്, R3 becomes R3 plus 2 R1 ആണ്. R3 becomes R3 plus 2 R1. ഇതാണ് നമ്മളുടെ -2 R1. ഇതാണ് നമ്മളുടെ ചേഞ്ച് വരുത്താൻ നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഓരോ R3 എങ്ങനെ മാറുന്നു നോക്കാം. ഫസ്റ്റ് R3 2 എന്ത് മാറുന്നു, 2 plus -2 ഇൻറ്റു കറസ്പോണ്ടിങ് R1 എന്താണ് 1. It will become 0. So first value will become 0. Now what about the second value?
സെക്കൻഡ് വാല്യൂ എന്താണ് R3യുടെ -5 ആണ് അല്ലേ. സോ -5 വിൽ ബിക്കം എന്തായിട്ട് മാറുന്നു, -5 വിൽ ബിക്കം -5 പ്ലസ് -2 ഇൻറ്റു വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് R1, ഇറ്റ് ഈസ് 3. സോ -5 പ്ലസ് -6, -5 പ്ലസ് -6 വിൽ ബിക്കം -11. Now what about the last value 7 അല്ലേ. 7 ആണ് ചേഞ്ച് ചെയ്യാൻ പോകുന്നത് അല്ലേ. 7 എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു, 7 വിൽ ബിക്കം 7 പ്ലസ് -2 into R2, what is the R1, what is the corresponding R1, -2. So 7 plus 4, that will become 11. So 11, and finally last value ഏതാണ് 19 അല്ലേ. So 19 will become 19 plus -2 into R1. What about R1? R1 എന്താണ് ഇവിടെ, corresponding R1 -7 ആണ് അല്ലേ. So 17, so 7 into 2 is 14. So 14 plus 19, 14 plus 9 is 23, and 23 plus 10 is 33. So this value is 33. ഓക്കെ. സോ ഇതാണ് നമുക്ക് വരുന്ന റോ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ തന്നെ അറിയാം തേർഡ് റോയും സെക്കൻഡ് റോയും സെയിം ആണ് അല്ലേ. അപ്പോൾ നമുക്ക് അടുത്ത റോ ട്രാൻസ്ഫോർമേഷൻ വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം, R3 becomes R3 minus R1, R3 minus R2. അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തായിരിക്കും ഇവിടെ ചേഞ്ച് വരാൻ പോകുന്നത്, 1 3 -2 -7, ഇത് അങ്ങനെ തന്നെ നിൽക്കും. സെക്കൻഡ് റോയി അങ്ങനെ തന്നെ നിൽക്കും, -11 11 33 എന്ന് പറയുന്നത്. ആൻഡ് വാട്ട് വിൽ ബി ദി R3 വാല്യൂസ്, R3 minus R2, R3 minus R2 will become 0, -11 minus 7 will become 0, 11 minus 11 will become 0, 33 minus 33 will become 0. So last rows മൊത്തം 0 ആയി. ഇനി നമുക്ക് അടുത്ത എന്ത് വേണം, R1 ഇവിടെ വെച്ച് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം, ഇല്ലെങ്കിൽ നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് R2ലെ ഫസ്റ്റ് നോൺ സീറോ എൻട്രി 1 ആക്കണം, താഴേക്കെല്ലാം 0 ആക്കണം. നമ്മൾ അടുത്ത റോ ട്രാൻസ്ഫോർമേഷൻ എന്താ കൊടുക്കുന്നത്, റോ ട്രാൻസ്ഫോർമേഷൻ 1 ആക്കാനായിട്ട് -11നെ ആണ് നമുക്ക് 1 ആക്കേണ്ടത്. സോ R2 becomes R2 divided by -11 അല്ലേ. R2 by -11 1 ആക്കാനായിട്ട് എപ്പോഴും ഡിവിഷനാണ് നമ്മൾ കൊടുക്കാറ്. സോ അത് കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് എന്തായിരിക്കും വാല്യൂ ചേഞ്ച് വരുന്നത്, ഇത് അങ്ങനെ തന്നെ നിൽക്കും, ഫസ്റ്റ് റോ അങ്ങനെ തന്നെ നിൽക്കും, ആൻഡ് തേർഡ് റോയും 0 0 0 0 നിൽക്കും. ആൻഡ് വാട്ട് അബൌട്ട് ദിസ് സെക്കൻഡ് റോ ഈ ഒരു റോ ട്രാൻസ്ഫോർമേഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും, 0 1 -1 3 വരും അല്ലേ. 11 കൊണ്ട് R2നെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 by 11 is 0, -11 by -11 is 1, and 11 by -11 is -1, and 33 by -11 is -3. Okay, so this is the value you will obtain when defining the next row transformation. ഇവിടെ നോക്കിയേ, നമ്മളുടെ റാങ്ക് ഓഫ് AB ഇവിടെ നമ്മളുടെ സ്റ്റോപ്പ് ചെയ്യേണ്ടി വന്നു, കാരണം ഇവിടുത്തെ സെക്കൻഡ് റോയിലെ ഫസ്റ്റ് എൻട്രി 1 ആക്കി, താഴേക്കെല്ലാം 0 ആയി. ഇനി തേർഡ് റോയിലെ ഫസ്റ്റ് എൻട്രി ഒന്നും തന്നെ ഇല്ല, എല്ലാം 0 ആണ്. സോ ദാറ്റ് മീൻസ് നമ്മൾ ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ദാറ്റ് മീൻസ് നമുക്ക് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB-യുടെ നമ്മുടെ ഇക്വലൻറ്റ് മെട്രിക്സ് ആയിട്ടുള്ള B എന്താ നമുക്ക് കിട്ടിയത്, 1 3 -2 -7 0 1 -1 -3 0 0 0 0. സോ ഇവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദ റാങ്ക് ഓഫ് ദിസ് മെട്രിക്സ് AB? റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB എന്ന് പറയുന്നത് എന്താണ്, ഓക്കെ, നമ്മുടെ റാങ്ക് ഓഫ് ഓഗ്മെൻറ്റഡ് മെട്രിക്സ് AB എന്ന് പറയുന്നത് 2 ആണ്, ബിക്കോസ് ദർ ആർ 2 നോൺ സീറോ റോസ്. നമ്മൾ പറഞ്ഞിരുന്നു റോ റെഡ്യൂസ് ചെയ്ത് എത്ര നോൺ സീറോ റോസ് ഉണ്ടോ അതാണ് നമ്മളുടെ റാങ്ക് എന്ന് പറയുന്നത്. സോ 2 നോൺ സീറോ റോസ് ആണ്. സോ ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് AB ഈസ് ഈക്വൽ ടു 2. നൗ വാട്ട് ഈസ് റാങ്ക് ഓഫ് A? റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് ഇതിൽ നിന്ന് തന്നെ കിട്ടും. വാട്ട് ഈസ് റാങ്ക് ഓഫ് A? റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്, ഇവിടെ നിന്ന് ഇത് റിഡ്യൂസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, റാങ്ക് ഓഫ് A കിട്ടും അല്ലേ. റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് എന്താണ്, എനെ റെഡ്യൂസ് ചെയ്തപ്പോൾ കിട്ടിയ ഈ മെട്രിക്സിൻ്റെ നോൺ സീറോ റോസ് എത്രയാണ്, അതാണ് നമ്മുടെ ഇവിടുത്തെ റാങ്ക് ഓഫ് A എന്ന് പറയുന്നത്. ഇവിടെ എത്ര നോൺ സീറോ റോസ് ഉണ്ട്, ക്ലിയർലി 2 നോൺ സീറോ റോസ് ഉണ്ട്. സോ റാങ്ക് ഓഫ് A എന്ന് പറയുന്നത് നമുക്ക് എന്ത് കൊടുക്കാം, 2 കൊടുക്കാം. Okay, so this is how we define rank of A by simply cutting off the last row. ഇതാണ് റാങ്ക് ഓഫ് A. നമ്മൾ നോക്കിയപ്പോൾ തന്നെ അറിയാം റാങ്ക് ഓഫ് AB is equal to rank of A. So that means the system is consistent ആണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, കൺസിസ്റ്റൻ്റ് ആണ്. പക്ഷേ റാങ്ക് ഓഫ് A is less than n is equal to 3. We have 3 rows or 3 columns. 3 ആണ് നമ്മളുടെ ഇവിടുത്തെ നമ്പർ ഓഫ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് കോളംസ്. സോ ദാറ്റ് മീൻസ് ഇവിടുത്തെ റാങ്ക് എന്ന് പറയുന്നത് ലെസ് ദാൻ n ആണ്. നമ്പർ ഓഫ് കോളംസ് 3 ആണ്, അതിനേക്കാളും താഴെയാണ്. സോ ദാറ്റ് മീൻസ് ഇറ്റ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് അല്ലേ. ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് നമുക്കിവിടെ ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി കഴിഞ്ഞ ഒരു ടേബിൾ വരച്ചതിൽ പറഞ്ഞിരുന്നു, എന്താണ് പറഞ്ഞിരുന്നത്, യുണീക്ക് സൊല്യൂഷൻ വെൻ റാങ്ക് ഓഫ് A ഈസ് ഈക്വൽ ടു n ആൻഡ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ഇഫ് റാങ്ക് ഓഫ് A ഈസ് ലെസ് ദാൻ n. സോ റാങ്ക് ഓഫ് A ലെസ് ദാൻ n ആയത് കാരണം
നമുക്കിവിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് ആണ് ഉണ്ടാവുക. ഇനി ആ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസിനെ എങ്ങനെ കിട്ടും? ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് കിട്ടാനായിട്ട് വി ഹാവ് n-r പാരാമീറ്റേഴ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ n എന്ന് പറയുന്നത് 3 ആണ്, r എന്ന് പറയുന്നത് റാങ്ക് 2 ആണ്. സോ വി ഹാവ് 1 പാരാമീറ്റർ ടു ബി ടേക്കൺ. ഒരു പാരാമീറ്റർ നമുക്ക് എടുക്കേണ്ടി വരും. ആ പാരാമീറ്റർ എടുക്കണം എങ്ങനെയാണ്? നമ്മൾ ഇതിനെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യുമ്പോൾ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. സോ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എ എന്ന് പറയുന്ന മെട്രിക്സിന് പകരം ഇപ്പോൾ റെഡ്യൂസ് ചെയ്ത മെട്രിക്സ് വയ്ക്കുക. 0 1 -1 0 0 0. ഇതാണ് നമ്മൾ എ എന്ന് പറയുന്ന മെട്രിക്സ്. എക്സ് എന്ന് പറയുന്ന മെട്രിക്സ് ഓൾറെഡി ഉണ്ടായിരുന്ന വേരിയബിൾ മെട്രിക്സ് ആണ്. ആൻഡ് കോഎഫിഷ്യൻ മെട്രിക്സിന് പകരം എന്ത് കൊടുക്കണം? ഈ മെട്രിക്സ് കൊടുക്കണം. ദാറ്റ് മീൻസ് റെഡ്യൂസ്ഡ് മെട്രിക്സ് -7 -3 0. സോ ഇതിനെ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്ത് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ വാട്ട് വിൽ യു ഗെറ്റ്? എക്സ് പ്ലസ് 3y - 2z ഈക്വൽ ടു -7 ആൻഡ് y മൈനസ് z ഈക്വൽ ടു -3. ഇത് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ വഴിയാണ് ചെയ്യുന്നത്. നമുക്ക് ഇക്വേഷൻസ് സോൾവ് ചെയ്യാനായിട്ട് നേരെ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ മതി, എന്നിട്ട് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. സോ ഇവിടെ നമുക്ക് n-r പാരാമീറ്റേഴ്സ് വേണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു പ്രൊവൈഡ് ആൻ ആർബിട്രറി വാല്യൂ ടു എനി ഓഫ് ദ വേരിയബിൾ. ഒരു വേരിയബിളിന് നമുക്ക് ആർബിട്രറി വാല്യൂ കൊടുക്കണം. ഇപ്പോൾ ഇവിടെ നമുക്ക് 2 വേരിയബിൾ ഉണ്ട്. ഏത് വേരിയബിളിന് വേണമെങ്കിലും നിങ്ങൾക്ക് ഒരു ആർബിട്രറി വാല്യൂ കൊടുക്കാം. ആർബിട്രറി വാല്യൂ ഞാനിപ്പോൾ ഇസഡിനാണ് കൊടുക്കണമെന്ന് വിചാരിക്കുക. ലെറ്റ് z ഈക്വൽ ടു 3. ദെൻ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് y? ഈ ഇക്വേഷനിൽ നിന്ന് y എന്ത് കിട്ടും? y ഈക്വൽ ടു -3 + z ഓർ z -3 ഓർ t -3 എന്ന് പറയുന്നതാണ് y കിട്ടുക. നൗ വാട്ട് അബൌട്ട് എക്സ്? ഇതിൽ വൈയും ഇസഡും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സോൾവ് ചെയ്യുമ്പോൾ യു വിൽ ഗെറ്റ് ഇറ്റ് ടു ബി 2 - t. So this is the solution of the given system. This is the required solution. ഇത് ഒരു ജനറൽ സൊല്യൂഷൻ ആണ്, ജനറൽ ഫോം ഓഫ് ദി സൊല്യൂഷൻ. ഇറ്റ് ഈസ് ആക്ച്വലി ദ ജനറൽ ഫോം. ഓക്കെ, ദിസ് ഈസ് ദ ജനറൽ ഫോം ഓഫ് എ സൊല്യൂഷൻ. ഇതിൽ ഓരോ വാല്യൂസിനും ഇപ്പോൾ ഇപ്പോൾ നമ്മൾ ഒരു ഫോർ എക്സാമ്പിൾ t ഈക്വൽ ടു 1 കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? t ഈക്വൽ ടു 1 കൊടുത്താൽ z 1 വരും, y എന്ന് പറയുന്നത് -4 വരും, x എന്ന് പറയുന്നത് 1 വരും. ഓക്കെ, സോ 1 -4 1 എന്ന് പറയുന്നത് ഒരു സൊല്യൂഷൻ. ഇനി അടുത്തത് t ഈക്വൽ ടു 0 കൊടുത്തു എന്ന് വെച്ചോ, അപ്പോൾ യു വിൽ ഗെറ്റ് അനദർ സൊല്യൂഷൻ. ഇനി t ഈക്വൽ ടു 3 കൊടുത്തു എന്ന് വെച്ചോ, യു വിൽ ഗെറ്റ് അനദർ സൊല്യൂഷൻ. ദാറ്റ് മീൻസ് വി ഹാവ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ്. വി ഹാവ് കുറേ സൊല്യൂഷൻസ് ഉണ്ട്. പക്ഷെ അതിനെല്ലാത്തിനെയും ഒരു ജനറൽ മെത്തേഡിൽ അല്ലെങ്കിൽ ഒരു ജനറൽ ഫോമിൽ എഴുതുന്നതാണ് ഈ രീതിയിൽ. ദാറ്റ് മീൻസ് x ഈക്വൽ ടു 2 - t, y ഈക്വൽ ടു t + 3 ആൻഡ് z ഈക്വൽ ടു t എന്ന് പറയുന്നത് ഒരു ജനറൽ ഫോം മാത്രമാണ്. സോ ദിസ് ഹാസ് ഇൻഫിനിറ്റ് നമ്പർ ഓഫ് സൊല്യൂഷൻസ് എന്നാണ് നമുക്ക് കിട്ടിയത്. ആൻഡ് ദ ജനറൽ ഫോം ഓഫ് ദിസ് സൊല്യൂഷൻ ഈസ് ഈക്വൽ ടു ദിസ് വൺ. So this general form occurs when n is greater than rank of a, that is number of columns is greater than rank of a ആണെങ്കിൽ, അല്ലെങ്കിൽ number of columns or number of variables you can consider. Number of variables is greater than rank of a. Number of variables എന്ന് പറയാൻ കാരണം എന്താണ്? നമുക്കിവിടെ ഓരോ കോളംസും ഓരോ വേരിയബിൾസിൻ്റെ കോഎഫിഷ്യൻസ് ആണ് അല്ലേ. നമ്മളിവിടെ ജനറൽ എ എഴുതുമ്പോൾ, എ എന്ന് പറയുന്ന മെട്രിക്സ് എഴുതുമ്പോൾ ഇതെല്ലാം 4 2 1 4 2 എന്ന് പറയുന്ന എക്സിൻ്റെ ആണ്, 3 1 -5 എന്ന് പറയുന്നത് വൈയുടെ ആണ്, ആൻഡ് 2 -2 3 7 എന്ന് പറയുന്നത് ഇസഡിൻ്റെ കോഎഫിഷ്യൻസ് ആണ്. സോ ദാറ്റ് മീൻസ് നമ്പർ ഓഫ് കോളംസ് ഗീവ്സ് നമ്പർ ഓഫ് വേരിയബിൾസ്. അതുകൊണ്ടാണ് ഇതിനെ നമ്പർ ഓഫ് കോളംസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് വേരിയബിൾസ് എന്ന് എന്നിനെ പറയാമെന്ന് ഞാൻ പറഞ്ഞത്. ഓക്കെ, so this is how you find consistent or inconsistent solution, and you can find the general form in case of infinite number of solutions. Let us take another example. Find the solution if any for the system x plus y equal to 1, 4x minus y equal to -6, 2x minus 3y equal to 8. Similar manner നമ്മൾ ചെയ്ത മാതിരി മെട്രിക്സ് എ എഴുതാണ്. നമ്മളിവിടെ മെട്രിക്സ് എ എഴുതുമ്പോൾ എവിടുത്തെ കോഎഫിഷ്യൻസ് ഏതാണ്? 1 1, that is the first row, that is 1 1 first row. Second row is 4 minus 1, so 4 minus 1 is the second row. And what about the third row? 2 minus 3, so 2 minus 3 is the third row. And what about the variable x? X എന്ന് പറയുന്നത് എന്താണ്? xyz അല്ലേ, xyz ആണ്. And what about the matrix b? Matrix b is the constant matrix, that is 1 minus 6 8. So 1 minus 6 8 is the constant matrix. Now if you consider augmented matrix AB, what will you get? Augmented matrix AB കിട്ടിക്കഴിഞ്ഞാൽ കിട്ടുന്നത് എങ്ങനെയാണ്? 1 1 4 minus 1 2 minus 3 എഴുതിയിട്ട് അതിൻ്റെ സൈഡിൽ 1 minus 6 8 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ് അല്ലേ, അതിനെ ഓഗ്മെൻറ്റ് ചെയ്യാണ്. ഇനി ഇതിനെ റെഡ്യൂസ് ചെയ്ത് നോക്കാം. What is the first reduction? First of all, we have the first row first entry to be 1.
സോ താഴേക്കെല്ലാം 0 ആക്കണം. സോ 4നെ 0 ആക്കാനായിട്ട് വാട്ട് ഈസ് ദ റോ ട്രാൻസ്ഫോർമേഷൻ വി ഹാവ് ടു അപ്ലൈ? 4നെ 0 ആക്കാനായിട്ട് R2ലാണ് 4 ഇരിക്കുന്നത്. R2 പ്ലസ് -4 ഇൻറ്റു R1 എന്ന് പറഞ്ഞത് കൊടുക്കാം. സോ R2 എന്ത് ചേഞ്ച് വരുമെന്ന് നോക്കാം. നമുക്കിവിടെ R2ൽ ഉണ്ടാകുന്ന ചേഞ്ചാണ് നമ്മൾ എഴുതാൻ പോകുന്നത്. R1ഉം R3യും അങ്ങനെ തന്നെ എഴുതാണ് നമ്മൾ ചെയ്യുന്നത്. 2 - 3 8 and R2. What is the R2 value changes? 4 become 4 plus -4 into 1, so 0. Now -1 will become -4 plus -4 into 1, so -1 -4 will become -1 -4 will become -5 അല്ലേ. സോ ഇവിടെ -1 ആയിരുന്നു R2 അല്ലേ. -1 plus 4 into -4 into 1, that will become -5. So -5 is the next value. -5 വരും. Now what about the next value? -6 എങ്ങനെ മാറുന്നു? -6 will become -6 plus -4 into 1. So -6 plus -4 is -10. So this will be R2 അല്ലേ. ഇനി അടുത്ത എന്ത് കൊടുക്കണം? അടുത്ത 2നെ 0 ആക്കണം. 2നെ 0 ആക്കാനായിട്ട് നമുക്ക് എന്ത് ട്രാൻസ്ഫോർമേഷനാണ് കൊടുക്കുന്നത്? 2 ഇരിക്കുന്നത് R3യിലാണ്. സോ R3 പ്ലസ് -2നെയാണ് നമുക്ക് 0 ആക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ ആയിരിക്കും കൊടുക്കേണ്ടത്. സോ R1 എന്ന് പറയുന്നത് 1 1 1 അങ്ങനെ തന്നെ നിൽക്കും. R1 എന്ന് പറയുന്നത് 1 1 1 അങ്ങനെ തന്നെ നിൽക്കും. R2 എന്ന് പറയുന്നത് 0 5 -10 അങ്ങനെ 0 -5 -10 അങ്ങനെ തന്നെ നിൽക്കും. ആൻഡ് R3 എങ്ങനെ ചേഞ്ച് ചെയ്യുന്നു? 2 - 3 8 എന്ന് പറയുന്നത് എങ്ങനെ മാറുന്നു? 2 എന്ന് പറയുന്നത് 2 will become 2 plus -2 into 1, that will become 0. So 2 ആ വാല്യൂ 0 ആക്കി. നോ -3 എങ്ങനെ മാറുന്നു? -3 will become -3 plus -2 into R1. What is the value of R1? 1. So -3 -2 will become -5. What about 8? 8 will become 8 plus -2 into R1. What about R1 here? R1 is 1. So -2 plus 8 will become 6. So this is the value. Now next നമ്മൾ എന്താ ചെയ്യുന്നത്? സെക്കൻഡ് റോ ഫസ്റ്റ് എൻട്രി നോൺ സീറോ എൻട്രി 1 ആക്കണം. സോ -5 എന്ന് പറയുന്നതിനെയാണ് നമുക്ക് 1 ആക്കേണ്ടത്. 1 ആക്കാനായിട്ട് എപ്പോഴും ആ നമ്പർ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി ആ റോ ട്രാൻസ്ഫോർമേഷനെ. സോ R2 becomes R2 by -5. That will be the row transformation. Now what will be the resultant? നമുക്ക് 1 1 1 കിട്ടി. നമുക്ക് R2നെ -5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ 0 by -5 will become 0. -5 by -5 will become 1. -10 by -5 will become 2, isn't it? Now what about the last row? 0 -5 6. And finally അടുത്ത എന്ത് ചെയ്യണം? -5നെ 1 ആക്കി കഴിഞ്ഞാൽ 1ൻ്റെ താഴേക്കെല്ലാം 0 ആക്കുക. സോ -5നെ 0 ആക്കാനായിട്ട് എന്ത് ചെയ്യണം? റോ ട്രാൻസ്ഫോർമേഷൻ. ഇവിടുത്തെ റോ ട്രാൻസ്ഫോർമേഷൻ അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഏത് റോ ട്രാൻസ്ഫോർമേഷനാണ്? R3 അല്ലേ. R3 ആണ് ചേഞ്ച് ചെയ്യുന്നത്. R3 becomes R3 പ്ലസ് -5യുടെ ഇത് 5 ഇൻറ്റു 1 ആക്കിയ റോ, ദാറ്റ് ഈസ് R2. സോ R3 becomes R3 plus 5 R2 ആണ് നമുക്ക് വരുന്നത്. സോ ഫസ്റ്റ് റോ അങ്ങനെ തന്നെ, സെക്കൻഡ് റോ അങ്ങനെ തന്നെ. വാട്ട് അബൌട്ട് ദ തേർഡ് റോ? ഇവിടെ 1 ആയിരുന്നു, ഞാനിവിടെ മാർക്ക് ചെയ്യാൻ ഉദ്ദേശിച്ച 0 ഇവിടെ എഴുതിപ്പോയി. സോ സെക്കൻഡ് റോ അങ്ങനെ തന്നെ. ആൻഡ് വാട്ട് അബൌട്ട് ദ തേർഡ് റോ? 0 will become 0 plus 5 into 0, 0. -5 will become -5 plus 5 into 1, that is 0. 6 will become 6 plus 5 into 2, that is 16. സോ ഇവിടെ വെച്ച് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം അല്ലേ. ഇനി അടുത്തത് നമുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. കാരണം എന്താണ്? ഇനി ചെയ്യാനാണെങ്കിൽ തന്നെ R3നെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. പക്ഷെ അതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. കാരണം നമ്മൾ R1 എന്ന് പറയുന്നത് നമ്മളിവിടെ R3യുടെ ഇവിടെ R3യുടെ എന്താണ് റാങ്ക് എത്രയാണ് കിട്ടിയത്? ഹൗ മെനി നോൺ സീറോ റോസ് ആർ ദർ? വി ഹാവ് 3 നോൺ സീറോ റോസ്. ദാറ്റ് മീൻസ് we have rank of AB is equal to rank of augmented matrix AB is equal to 3 കിട്ടും അല്ലേ. നമ്മളിവിടെ R3നെ വേണമെങ്കിൽ ഇവിടെ 16 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ you will get this to be 1. ഓക്കെ, അത് ചെയ്താലും ചെയ്തില്ലെങ്കിലും നമുക്ക് പ്രശ്നമില്ല. ഇനി ചെയ്താലും you will get 3 rows as non zero rows. But what about when we are taking rank of A? നമ്മൾ ഈ തേർഡ് റോ കളഞ്ഞു കഴിഞ്ഞാൽ റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ്? ഇവിടെ നമുക്ക് 2 റോസ് മാത്രമേ നോൺ സീറോ ഉള്ളൂ. താഴത്തെ റോ 0 ആണ്. ദാറ്റ് മീൻസ് റാങ്ക് ഓഫ് എ എന്ന് പറയുന്നത് എന്താണ് നമുക്കിവിടെ കിട്ടിയേക്കുന്നത്? റാങ്ക് ഓഫ് എ വി ഗോട്ട് ഇറ്റ് ആസ് 2. ദാറ്റ് മീൻസ് ഹിയർ റാങ്ക് ഓഫ് എ ബി ഈസ് ഈക്വൽ ടു 3 ആൻഡ് റാങ്ക് ഓഫ് എ ഈസ് ഈക്വൽ ടു 2. That means this system is inconsistent because we got the ranks to be
നോൺ ഈക്വൽ. റാങ്ക് ഓഫ് എ ബിയും റാങ്ക് ഓഫ് എയും ഈക്വൽ ആയാൽ മാത്രമേ ഇത് കൺസിസ്റ്റൻ്റ് ആവുള്ളൂ. ദാറ്റ് മീൻസ് ദിസ് ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. ദിസ് ഈസ് ആൻ ഇൻകൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻ. ഓക്കെ, സോ ഇൻകൺസിസ്റ്റൻ്റ് ആയത് കാരണം നമുക്ക് ഇവിടെ വെച്ച് സ്റ്റോപ്പ് ചെയ്യാം. അല്ല, നമുക്കിത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ബിയും ഈക്വൽ ആയി കിട്ടിക്കഴിഞ്ഞാൽ, ഇഫ് വി ഗോട്ട് റാങ്ക് ഓഫ് എ ആൻഡ് റാങ്ക് ഓഫ് എ ബി, എയും നമുക്ക് 3 ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ, അല്ലെങ്കിൽ രണ്ടും 2 ആയിട്ട് കിട്ടിയിരുന്നെങ്കിൽ, then we can say that the system is consistent. That means we have a solution. But here we have an inconsistent solution or inconsistent system because we got unequal rank of A and rank of AB. So that means we cannot find a solution for this problem. So this solution is inconsistent. ഇത് കൺസിസ്റ്റൻ്റ് ആണെന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ, സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് സോൾവ് ചെയ്യണ മാതിരി ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്താൽ മതി. കണ്ടോ? അപ്പോൾ ചില ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ചെയ്യാണ്ട് തന്നെ നമുക്കിവിടെ സൊല്യൂഷൻ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതൊക്കെ നമുക്ക് കിട്ടി. ഇവിടെ വെച്ച് നമുക്ക് പറയാം ബാക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ഒന്നും കൊടുക്കണ്ട, ഇവിടെ വെച്ച് പറയാം നമുക്ക് ഈ സിസ്റ്റം കൺസിസ്റ്റൻ്റ് അല്ല, ഇതിനൊരു സൊല്യൂഷൻ ഇല്ല എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇൻകൺസിസ്റ്റൻറ്റ് സൊല്യൂഷൻസിൽ എപ്പോഴും എന്തായിരിക്കും, ഒരു എക്സ്ട്രാ റോ, അതായത് നമുക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആണെങ്കിൽ നമുക്ക് അവിടെ ഉള്ള ഒരു പ്രത്യേകത ഇതാണ്. ഏതാണ്? ദർ എക്സിസ്റ്റ് എ റോ ഇൻ ദ റോ റെഡ്യൂസ്ഡ് എക്കലോൺ ഫോം ഇൻ വിച്ച് ദ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഫസ്റ്റ് എൻ റോസിലൊക്കെ ഫസ്റ്റ് എൻട്രീസിലേക്ക്, ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ ഫസ്റ്റ് എൻട്രീസിലൊക്കെ 0 ആയും ആൻഡ് n+1 എൻട്രി നോൺ 0 ആയിട്ടും കിട്ടും. അങ്ങനെയാണെങ്കിൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, ഏതെങ്കിലും ഒരു റോയിൽ നമുക്ക് ഫസ്റ്റ് എൻ റോസ്, അതായത് എയിൽ എത്ര കോളംസ് ഉണ്ടോ അത്രയും എലമെൻറ്റ്സ് 0യും ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ സ്ഥാനത്ത് ഒരു നോൺ 0 എലമെൻറ്റും വന്നോ അപ്പോൾ തന്നെ നമുക്ക് പറയാം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ബിക്കോസ് ദേ വിൽ ഹാവ് അൺഈക്വൽ റാങ്ക്സ് എന്ന് പറയാൻ സാധിക്കും. ഓക്കെ, സോ ഇൻകൺസിസ്റ്റൻ്റ് ആവുന്ന എപ്പോഴാണ്? ഓഗ്മെൻറ്റഡ് മെട്രിക്സിൻ്റെ റോ റെഡ്യൂസ്ഡ് ഫോമിൽ ബിയുടെ സ്ഥാനത്ത്, ഏതെങ്കിലും ഒരു റോയിൽ ബിയുടെ സ്ഥാനത്ത് മാത്രം നോൺ 0യും അതിന് മുമ്പൊക്കെ 0 ആയിട്ട് വന്നു കഴിഞ്ഞാൽ അത് ഇൻകൺസിസ്റ്റൻ്റ് ആണ് എന്നുള്ളത് നമുക്ക് പറയാൻ സാധിക്കും. വലിയ വലിയ മെട്രിക്സുകളൊക്കെ വന്നു കഴിഞ്ഞാൽ ഒരു 5/5 അല്ലെങ്കിൽ 6/7 അങ്ങനെ വലിയ വലിയ മെട്രിക്സുകളൊക്കെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നതെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നുള്ളത് ഇങ്ങനെ കണ്ടുപിടിക്കാൻ വളരെയധികം എളുപ്പമായിരിക്കും. ഓക്കെ, സോ ദിസ് ഈസ് ഹൗ വി ഫൈൻഡ് റാങ്ക് ടു ബി യൂസ്ഫുൾ ആസ് എ useful tool for finding whether the system is consistent or inconsistent. ഇങ്ങനെയാണ് നമ്മൾ കൺസിസ്റ്റൻസി ചെക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ ആ ഒരു ഡയഗ്രാം, അതായത് നമ്മൾ ആ കൺസിസ്റ്റൻ്റ് ഒക്കെ പറയാനുള്ള ഒരു ഡയഗ്രാം ഈ ഒരെണ്ണം മാത്രം നമ്മൾക്ക് മനസ്സിൽ വെച്ചാൽ മതി. അത് കിട്ടിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾക്ക് ഈ സിസ്റ്റം സോൾവ് ചെയ്യണതിൻ്റെ കാര്യം പക്കാ കിട്ടും. ജസ്റ്റ് കൺസിസ്റ്റൻസി, ഇൻകൺസിസ്റ്റൻസി ആൻഡ് കൺസിസ്റ്റൻ്റ് ആണെങ്കിൽ യുണീക്ക്, ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് മനസ്സിലാക്കി, ഈ ഒരു ഫിഗർ മനസ്സിലാക്കി കഴിഞ്ഞാൽ you will get what you need. And when b is equal to 0, it will always be consistent. You don't have to move to this side. ഈ ഒരു ഭാഗത്തേക്ക് മാത്രം വന്നാൽ മതി. This is all the same. സോ ഈ ഒരു ഫിഗർ മാത്രം നിങ്ങൾ മനസ്സിൽ വെച്ചാൽ മതി. ഇതൊന്ന് കണ്ടുവച്ച് കഴിഞ്ഞാൽ, മനസ്സിൽ വെച്ച് കഴിഞ്ഞാൽ റാങ്കിൻ്റെ പ്രോബ്ലംസ്, റാങ്ക് വെച്ചിട്ട് സിസ്റ്റം സോൾവ് ചെയ്യണ പ്രോബ്ലംസ് വളരെയധികം കിട്ടും. ടെക്സ്റ്റിൽ ഒരുപാട് വർക്ക്ഡ് ഔട്ട് പ്രോബ്ലംസുകളുണ്ട്, അതുകൂടാണ്ട് എക്സസൈസ് പ്രോബ്ലംസുകളുണ്ട്. ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഹെൽപ്ഫുള്ളായിരിക്കും. സിസ്റ്റം സോൾവ് ചെയ്യാനുള്ളത് മിക്കവാറും പരീക്ഷകൾക്ക് ചോദിക്കാൻ 100% സാധ്യതയുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ബിക്കോസ് സിസ്റ്റം സോൾവ് ചെയ്യുക എന്ന് പറയുന്നത് മെട്രിക്സിൽ വെച്ചിട്ടുള്ള ഏറ്റവും മിനിമം ആപ്ലിക്കേഷനാണ്. സോ വാട്ട് യു ആർ സ്റ്റഡിയിങ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടൂൾ. അപ്പോൾ അതുകൊണ്ട് അതിൽ പ്രോബ്ലംസുകൾ ചെയ്തു നോക്കി ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് മെയിൽ അയച്ചോ അല്ലെങ്കിൽ കോൺടാക്ട് ചെയ്തോ കമൻസ് വഴിയോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ഡൗട്ടുകൾ ചോദിക്കാം. ഏതെങ്കിലും സിസ്റ്റം കിട്ടാത്തതുണ്ടെങ്കിൽ, സോൾവ് ചെയ്തിട്ട് മനസ്സിലാവാത്തതുണ്ടെങ്കിൽ, പഠിപ്പിച്ചതിൽ അല്ലെങ്കിൽ പറഞ്ഞു തന്നതിൽ കിട്ടാത്തതുണ്ടെങ്കിൽ യു ക്യാൻ ഫീൽ ഫ്രീ ടു ആസ്ക്. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.